നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കടലിലെ ആഡംബര യാത്രയ്ക്കിടെ അപ്രതീക്ഷിതമായി എത്തിയ ഹാൻഡ വൈറസ് ബാധയിൽ ക്രൂസ് കപ്പലിൽ 3 മരണം സ്ഥിരീകരിച്ചു. കപ്പലിലെ നിരവധി യാത്രക്കാർക്ക് രോഗലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് കപ്പൽ കർശന നിരീക്ഷണത്തിലാണ്. ആഗോളതലത്തിൽ വൈറസ് ഭീതി പടരുന്ന സാഹചര്യത്തിൽ ജർമ്മനി ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എലികളിലൂടെയും മറ്റ് കരണ്ട് തീനികളിലൂടെയുമാണ് ഈ വൈറസ് മനുഷ്യരിലേക്ക് പകരുന്നത്. വായുവിലൂടെയും വൈറസ് പടരാൻ സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രത വേണമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. പനി, പേശിവേദന, കടുത്ത ക്ഷീണം എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ. ശ്വാസകോശത്തെ ബാധിക്കുന്ന ഹാൻഡ വൈറസ് പൾമണറി സിൻഡ്രോം മരണകാരണം ആയേക്കാം. ജർമ്മനിയിലെ സാഹചര്യം നോക്കിയാൽ ക്രൂസ് കപ്പലിൽ നിന്നുള്ള യാത്രക്കാരനെ ജർമ്മനിയിൽ എത്തിച്ചിട്ടുണ്ട്. ഡ്യൂസൽഡോർഫ് സർവകലാശാല ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ്. വൈറസ് പടർന്ന് 3 പേർ മരിച്ച MV ഹോണ്ടിയസ് എന്ന ക്രൂസ് കപ്പലിൽ നിന്നുള്ള യാത്രക്കാരനെയാണ് വിദഗ്ധ നിരീക്ഷണത്തിനായി ജർമ്മനിയിൽ എത്തിച്ചത്. നെതർലൻഡ്സിൽ വിമാനമിറങ്ങിയ ഇയാളെ ഡ്യൂസൽഡോർഫിൽ നിന്നുള്ള പ്രത്യേക ഫയർ സർവീസ് സംഘം ആംബുലൻസിൽ ഏറ്റുവാങ്ങിയാണ് ഡ്യൂസൽഡോർഫ് സർവകലാശാല ആശുപത്രിയിൽ എത്തിച്ചത്. കപ്പലിൽ രോഗം ബാധിച്ച വ്യക്തിയുമായി ഇയാൾ സമ്പർക്കം പുലർത്തിയിരുന്നില്ലെങ്കിലും നിലവിൽ രോഗലക്ഷണങ്ങളൊന്നും, അതായത് അസിംപ്റ്റോമാറ്റിക്, കാണിക്കുന്നില്ലെന്നും അധികൃതർ അറിയിച്ചു. എങ്കിലും സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായാണ് ഇയാളെ ക്വാറന്റീനിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ കപ്പലിൽ നിന്ന് 2 ജീവനക്കാരെയും രോഗബാധ സംശയിക്കുന്ന ഒരാളെയും നെതർലൻഡ്സിലേക്ക് മാറ്റിയിരുന്നു. എലികളുടെ വിസർജ്യങ്ങളുടെയും മറ്റും പടരുന്ന ഹാൻഡ വൈറസിനെ നേരിടാൻ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് ഡ്യൂസൽഡോർഫ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. ഇയാളുടെ ദേശീയതയോ മറ്റു വിവരങ്ങളോ പുറത്തുവിട്ടിട്ടില്ല. ജർമ്മനിയിൽ സാധാരണയായി കാട്ടു എലികളുടെ ഈ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് തെക്കൻ ജർമ്മനിയിലും പടിഞ്ഞാറൻ ജർമ്മനിയിലെ ചില വനപ്രദേശങ്ങളിലും മുൻ വർഷങ്ങളിൽ വൈറസ് ബാധ കണ്ടുവരാറുണ്ട്. നിലവിൽ ക്രൂസ് കപ്പലിലെ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. വീടുകളിലും പരിസരങ്ങളിലും എലികളുടെ ശല്യം ഒഴിവാക്കണമെന്നും പഴയ സ്റ്റോർ റൂമുകളോ ബേസ്മെന്റുകളോ വൃത്തിയാക്കുമ്പോൾ മാസ്ക് ധരിക്കണമെന്നും ജർമ്മൻ ആരോഗ്യ മന്ത്രാലയം ജനങ്ങളോട് നിർദ്ദേശിച്ചു. വൈറസ് ബാധയ്ക്ക് നിലവിൽ പ്രത്യേക വാക്സിനുകളോ ചികിത്സയോ ലഭ്യമല്ലാത്തതിനാൽ പ്രതിരോധം മാത്രമാണ് ഏക പോംവഴി. യാത്രക്കാർ വിദേശ യാത്രകൾക്ക് ശേഷം പനിയോ മറ്റ് അസ്വസ്ഥതകളോ കണ്ടാൽ ഉടൻ ഡോക്ടറെ കാണണമെന്നും അധികൃതർ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ജർമ്മനിയിൽ വിദ്വേഷവും അക്രമവും പ്രചരിപ്പിക്കുന്ന തീവ്ര വലതുപക്ഷ യുവജന ഗ്രൂപ്പുകൾക്കെതിരെ രാജ്യവ്യാപകമായ പോലീസ് നടപടി. ഡോയ്ച്ചെ യൂഗന്റ് ഫോറാൻ, യുങ് ആൻഡ് സ്റ്റാർക്ക് തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന നവനാസി ഗ്രൂപ്പുകളെ ലക്ഷ്യമിട്ടാണ് ഫെഡറൽ പ്രോസിക്യൂട്ടർമാരുടെ നിർദ്ദേശപ്രകാരം റെയ്ഡ് നടത്തിയത്. ബുധനാഴ്ച പുലർച്ചെ 12 ജർമ്മൻ സംസ്ഥാനങ്ങളിലായിരുന്നു പരിശോധന. 600ഓളം പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. 36ഓളം സംശയിക്കപ്പെടുന്ന വ്യക്തികളുടെയും വീടുകളുടെയും ഓഫീസുകളിലാണ് റെയ്ഡ് നടന്നത്. ഈ ഗ്രൂപ്പിലെ അംഗങ്ങൾ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ഭിന്നലിംഗ സമൂഹത്തെയും കുടിയേറ്റക്കാരെയുമാണ്. ഇടതുപക്ഷ ചിന്താഗതികളുടെ യുവാക്കൾക്ക് നേരെയും ഇവർ ക്രൂരമായ ആക്രമണങ്ങൾ അഴിച്ചുവിടാറുണ്ട്. തീവ്ര വലതുപക്ഷ ചിന്താഗതികൾ യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ജർമ്മനിയുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അലക്സാണ്ടർ റോബിൻഡ് അറിയിച്ചു. ജർമ്മനിയിൽ എംപിമാരുടെ ശമ്പള വർധനവിനെ ചൊല്ലി ഭരണമുന്നണിയിൽ തർക്കം രൂക്ഷമാവുകയാണ്. പണപ്പെരുപ്പം മൂലം സാധാരണ ജനങ്ങൾ വലയുന്ന സാഹചര്യത്തിൽ എംപിമാർക്ക് സ്വയം ശമ്പളം വർദ്ധിപ്പിക്കുന്നത് ഉചിതമല്ലെന്ന നിലപാടിലാണ് മധ്യ ഇടതുപക്ഷ പാർട്ടികൾ. എന്നാൽ നിലവിലുള്ള ശമ്പള പരിഷ്കരണ രീതി തുടരണമെന്ന് കൺസർവേറ്റീവ് വിഭാഗം വാദിക്കുന്നു. വരുന്ന ജൂലൈ 1 മുതൽ ജർമ്മൻ പാർലമെന്റ് അംഗങ്ങളുടെ പ്രതിമാസ ശമ്പളം 11,833 യൂറോയിൽ നിന്ന് 12,330 യൂറോയായി വർദ്ധിപ്പിക്കാൻ ഇരിക്കുകയാണ്. ജർമ്മനിയിൽ പണപ്പെരുപ്പം ഏപ്രിൽ മാസത്തിലെ കണക്കനുസരിച്ച് 2.9%. ലോകത്തെ വിറപ്പിച്ച കോവിഡ് മഹാമാരിയെ പിടിച്ചുകെട്ടാൻ ആദ്യമായി mRNA വാക്സിൻ വികസിപ്പിച്ച ജർമ്മൻ കമ്പനിയായ ബയോടെക് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലെന്ന് റിപ്പോർട്ട്. വാക്സിന്റെ ഡിമാൻഡ് കുത്തനെ ഇടിഞ്ഞതോടെ ചിലവ് ചുരുക്കലിന്റെ ഭാഗമായി ജർമ്മനിയിലെയും സിംഗപ്പൂരിലെയും ഉൽപാദന കേന്ദ്രങ്ങൾ പൂട്ടാൻ കമ്പനി തീരുമാനിച്ചു. ഇതോടെ ഏകദേശം 1860ഓളം പേർക്ക് ജോലി നഷ്ടപ്പെടുമെന്നാണ് റിപ്പോർട്ട്. കമ്പനിയുടെ സ്ഥാപകനും ലോകപ്രശസ്ത ശാസ്ത്രജ്ഞനുമായ ഉഗൂർ ഷാഹിനും ഓസ്ലൈൻ തുറേച്ചിയും ഈ വർഷാവസാനത്തോടെ ബയോടെക്കിന്റെ പടിയിറങ്ങുകയും ചെയ്യും. അടുത്തിടെ എതിരാളികളായ ക്യൂർവാക് എന്ന കമ്പനിയെ ബയോടെക് ഏറ്റെടുത്തിരുന്നു. എന്നാൽ ഏറ്റെടുക്കലിന് പിന്നാലെ ട്യൂബിംഗനിലെ ക്യൂർവാക് പ്ലാന്റ് പൂട്ടാനുള്ള തീരുമാനം വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു. ഇറാൻ യുദ്ധത്തെ തുടർന്ന് വിമാന ഇന്ധന വില കുതിച്ചുയരുന്നത് ജർമ്മൻ വിമാന കമ്പനിയായ ലുഫ്താൻസയെ കടുത്ത പ്രതിസന്ധിയിൽ ആക്കിയിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതം നിയന്ത്രണം വന്നതോടെ ഇന്ധന വിതരണം തടസ്സപ്പെട്ടതാണ് വ്യോമയാന മേഖലയ്ക്ക് തിരിച്ചടിയായത്. ഇന്ധന ചെലവ് മുൻകൂട്ടി നിശ്ചയിച്ചതിനേക്കാൾ 1.7 ബില്യൺ യൂറോ അധികമാകുമെന്നാണ് ലുഫ്താൻസ പറയുന്നത്. അതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് 20,000 വിമാന സർവീസുകൾ റദ്ദാക്കുമെന്നാണ് പ്രഖ്യാപനം.
ലോകമെമ്പാടുമുള്ള കത്തോലിക്ക വിശ്വാസികൾക്ക് ആവേശമായി ലിയോ 14 മാർപ്പാപ്പ പത്രോസിന്റെ സിംഹാസനത്തിൽ കയറിയിട്ട് മെയ് 7 ഒരു വർഷം തികയുകയാണ്. അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പ എന്ന ചരിത്ര നിയോഗവുമായി വത്തിക്കാനിലെത്തിയ അദ്ദേഹം ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ സമാധാനത്തിന്റെ സുവിശേഷകൻ എന്ന ഖ്യാതി നേടിയെടുത്തു. അതേസമയം ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വത്തിക്കാനും തമ്മിലുള്ള വാക്പോര് തുടരുന്നതിനിടെ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി. വ്യാഴാഴ്ച വത്തിക്കാനിലെത്തിയ റൂബിയോ ലിയോ 14 മാർപ്പാപ്പയും വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പരോളിനുമായും 2.5 മണിക്കൂറോളം ചർച്ച നടത്തി. രാവിലെ പ്രാദേശിക സമയം 11:30 അപ്പസ്തോലിക് കൊട്ടാരത്തിൽ മാർപ്പാപ്പയും നടന്ന കൂടിക്കാഴ്ച 45 മിനിറ്റ് നീണ്ടുനിന്നു. ഇറാൻ യുദ്ധത്തെയും ട്രംപ് ഭരണകൂടത്തിന്റെ നയങ്ങളെയും അമേരിക്കൻ പൗരനായ ലിയോ മാർപ്പാപ്പ കടുത്ത ഭാഷയിൽ വിമർശിച്ചിരുന്നു. ഇതേ തുടർന്ന് ട്രംപ് പാപ്പയ്ക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വിള്ളലും ഉണ്ടാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ നടന്ന റൂബിയോയുടെ സന്ദർശനം ഏറെ പ്രാധാന്യവും അർഹിക്കുന്നു. ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒലിവ് മരത്തിൽ തീർത്ത ഒരു പേന മാർപ്പാപ്പ റൂബിയോയ്ക്ക് സമ്മാനമായി നൽകി. ഒലിവ് സമാധാനത്തിന്റെ പ്രതീകമാണെന്ന് പേന നൽകിക്കൊണ്ട് പാപ്പ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി സന്ദർശിക്കാൻ നന്ദി. നമസ്കാരം.